Welcome to quantum mechanics 7th lecture, semester 4, complementary physics 18th lecture. 18th lecture of semester 4, complementary physics BSc. Today's topic is expectation value and normalization problems. Expectation value and normalization of wave function problems. That is the topic of discussion today. So we can see what is expectation value. Expectation value of a dynamically variable. You know, dynamically variable, momentum, energy, kinetic energy, potential energy, etc. are called dynamically variables, and they have expectation value. And expectation value is its average value. In a broader sense, it is the average value, and we define expectation value in the following manner. When a measurement of a dynamical quantity like momentum is made on a particle for which the wave function is psi, you have to write psi. That symbol you write psi. We get different values during the measurements. The most probable value of the dynamically variable is called expectation value. So you look what is expectation value. When a measurement of a dynamical variable like momentum is made on a particle for which the wave function is psi, we get different values during the measurements. The most probable value of the dynamical quantity is called expectation value. But നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ ഒരു വേവ് മെക്കാനിക്കൽ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എനർജി പോലെയുള്ള ഡൈനാമിക്കൽ വേരിയബിൾ അളക്കുമ്പോൾ അനേകം പ്രാവശ്യം അളക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടുമല്ലോ. ആ വാല്യൂസിൽ ഏറ്റവും സാധ്യത കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്, ഏറ്റവും സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ശരാശരിയായിട്ട് നമുക്ക് തോന്നുന്ന വാല്യൂ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെക്ടേഷൻ വാല്യൂ. Expectation value is the most probable value of a dynamical quantity. നമ്മളിപ്പോൾ ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം ഇങ്ങനെ അളക്കുക 2.3, 2.4, 2.1, 2.3, 2.3, 2.5 ഇങ്ങനെ അളക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 2.3 ആണെങ്കിൽ അതാണ് അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ. എക്സ്പെക്ടേഷൻ വാല്യൂ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. എക്സ്പെക്ടേഷൻ വാല്യൂ ഇപ്പോൾ എ ആണെങ്കിൽ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ എക്സ്പെക്ടേഷൻ. രണ്ട് ഈ പിന്നെ ഗ്രേറ്റർ ആൻഡ് ലെസ് ദാൻ സൈൻ ഉണ്ടല്ലോ, അതുപോലുള്ള അടയാളം, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റ്, ഒടിച്ച ബ്രാക്കറ്റ്, അതിനകത്ത് നമ്മൾ എ എഴുതുക, എന്നിട്ട് വായിക്കുന്നത് എ എക്സ്പെക്ടേഷൻ. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് എ എക്സ്പെക്ടേഷൻ. ഗ്രേറ്റർ ആൻഡ് ലെസ് ദാൻ സൈൻ ഇടയ്ക്ക് എഴുതുന്ന രീതിയിലാണ് എഴുതുന്നത്, വായിക്കുന്നത് എ എക്സ്പെക്ടേഷൻ. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഇനി പറയുന്നതാണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഈസ് ഡിഫൈൻഡ് മാത്തമാറ്റിക്കലി ആസ് എ എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to +∞ psi star a psi d2, equation 1, where psi is the wave function, psi star is conjugate, d2 is the Wave element, and the integration is done from -∞ to +∞. ഇപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ മാത്തമാറ്റിക്കലായിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എ എക്സ്പെക്ടേഷൻ വായിക്കുന്ന നോക്കൂ. എ എക്സ്പെക്ടേഷൻ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to +∞ psi star a psi d2. d2 is whole element, and a is what? A is the operator corresponding to that expectation, that dynamic variable, where A is the operator of the dynamical quantity. For example, the expectation value of momentum is given by expectation P is equal to integral -∞ to +∞ psi star I minus I h equal to dou by dou x psi d2. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എഴുതുമ്പോൾ ആ എ ക്യാപിറ്റലായിട്ട് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പറേറ്ററാണ്. നിങ്ങൾ ഓർക്കണം, ഓരോ ഡൈനാമിക്കൽ വേരിയബിളിനും ഇപ്പോൾ മൊമെൻറ്റം എനർജി പോലെ ഉള്ളതിന് ഓപ്പറേറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഓപ്പറേറ്റർ മെക്കാനിക്സ്.
എല്ലാ ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിക്കും ഓപ്പറേറ്റർ ഉണ്ട്. ഇപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഓപ്പറേറ്ററാണ് ഇവിടെ ബ്രാക്കറ്റ് കാണിച്ചിരിക്കുന്നത്, -IH/∂x. അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്പറേറ്റർ പഠിക്കുന്നതാണ്. ഏതെല്ലാം പ്രധാനപ്പെട്ട ഓപ്പറേറ്ററാണ് ഉള്ളത് അത് നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഈ ക്വാണ്ടം മെക്കാനിക്സ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനായിട്ട് പഠിക്കാം. വാട്ട് ആർ ദി ഓപ്പറേറ്റേഴ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്? വി സ്റ്റഡി സം ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഓപ്പറേറ്റർ 1 ഡയമെൻഷൻ ബ്രാക്കറ്റ് കാണുന്നതാണ്, -IH/∂x. പിന്നെ 3 ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ പറയും -IH/del എന്ന് പറയും. ഡെൽ അറിയാമല്ലോ, ഡെൽ ഓപ്പറേറ്റർ, I∂x + J∂y എന്ന് തുടങ്ങുന്ന ഓപ്പറേറ്റർ. ഇപ്പോൾ മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ മാത്തമാറ്റിക്കലായിട്ട് എഴുതും. പി എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to +∞ psi star -IH/∂x psi d2. 1 ഡയമെൻഷൻ ആണെങ്കിൽ dx മതി, d2 വേണ്ട, dx മതി. ഇനി എക്സ്പെക്ടേഷൻ വാല്യൂ വീണ്ടും വേറെ ഒരു ചെറിയ വ്യത്യാസത്തിൽ പറയാറുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണ് നമ്മൾ. ഇത് സിമിലർലി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി ഈസ് ഗിവൺ ബൈ ഈ എക്സ്പെക്ടേഷൻ ഈസ് ഇൻ്റഗ്രൽ -∞ to +∞ psi star IH/∂y psi d2. ഇവിടെ IH/∂y എന്ന് പറയുന്നത് എനർജിയുടെ എക്സ്പെക്ടേഷൻ ആണ്. ഈ ഓപ്പാണ് ടൈമിലുള്ള, വേർ EOP is equal to IH/∂y. എനർജിക്ക് 2 ഉണ്ടല്ലോ, ഒരു ഹാമിൽട്ടോണിയനും ഉണ്ട്, പിന്നെ ഈ ടൈം ഓപ്പറേറ്റർ ആയിട്ടുള്ള ഇതും ഉണ്ട്, IH/∂y. നമ്മൾ നേരത്തെ ഷ്രോഡിംഗർ ഇക്വേഷൻ പഠിച്ചതാണ്. എനർജിക്ക് 2 തരം ഓപ്പറേറ്റർ, ഒന്ന് ഹാമിൽട്ടോണിയൻ, അത് സ്പേസ് ഓപ്പറേറ്ററാണ്. രണ്ടാമത്തത് EOP എന്ന് പറഞ്ഞ ടൈം ഓപ്പറേറ്റർ, IH/∂y. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കോർഡിനേറ്റേഴ്സ് R expectation is equal to integral -∞ to +∞ psi star R psi d2. ഇവിടെ R എന്ന് പറയുന്നത് R ഓപ്പറേറ്ററാണ്. ആറിൻ്റെ ഓപ്പറേറ്റർ, പൊസിഷൻ്റെ ഓപ്പറേറ്റർ, പൊസിഷൻ കോർഡിനേറ്റ് ഓപ്പറേറ്റർ അത് തന്നെയാണ്. ഇക്വേഷൻ 1 ഏതാണ്? ഇക്വേഷൻ 1 കഴിഞ്ഞ സ്ലൈഡിലാണ് ഇക്വേഷൻ 1. അതാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 Equation 1 represents expectation value of a normalized wave function. ഇപ്പോൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് നമ്മൾ എഴുതിയത്. നോർമലൈസ് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ y = a sin n/x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ അറിയാമെങ്കിൽ, ആ കോൺസ്റ്റന്റ് അറിയാമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. അത്തരം നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനാണ് ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ ആ ഇക്വേഷൻ 1 രീതിയിൽ എക്സ്പെക്ടേഷൻ വാല്യൂ പറയുക. ഇനി ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ല എങ്കിൽ ഇക്വേഷൻ 1 represents expectation value of a normalized wave function. If the wave function is not normalized, then the expectation value is given by a expectation is equal to integral over tau psi star a psi d tau all by integral psi star psi d tau. ഇപ്പോൾ മുകളിൽ ഓപ്പറേറ്റർ ഉണ്ട്, താഴെ ഓപ്പറേറ്റർ വരത്തില്ല. ഇങ്ങനെയും എക്സ്പെക്ടേഷൻ വാല്യൂ എഴുതാൻ പറ്റും ഫംഗ്ഷൻ psi നോർമലൈസ്ഡ് അല്ല എങ്കിൽ. ഇത് നമുക്ക് ഈ നോർമലൈസേഷൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂൻ്റെ പ്രോബ്ലം, അതൊരു കോമ്പിനേഷൻ പ്രോബ്ലം, രണ്ടും കൂടി ചേർത്താണ് ചോദിക്കുന്നത്. ആകെ ഒരൊറ്റ പ്രോബ്ലം പഠിച്ചാൽ മതി. എങ്കിലും ഞാനിവിടെ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി 2 പ്രോബ്ലം ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ആ രണ്ടാമത്തെ പ്രോബ്ലം റിപ്പീറ്റഡ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബ്ലമായിട്ട് ചോദിക്കുന്നതാണ്. ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാണുന്ന പ്രോബ്ലം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ആ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോർമലൈസ്. Problem 1. Normalized wave function psi is equal to a e raised to -a square, where a and small a ഇവിടെ ഉണ്ട്, ലെഫ്റ്റിലുണ്ട്, where capital A and small a are the constants over the domain -∞ less than or equal to x less than or equal to infinity. അവിടെ ഡൊമൈൻ ഒന്ന് മാർക്ക് ചെയ്യണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റേഞ്ചാണ്. ആ ഡൊമൈൻ അത് കംപ്ലീറ്റ് അവിടെ കാണുന്നില്ല, നിങ്ങളൊന്ന് എഴുതി ചേർത്ത് കൊള്ളണം. എന്താണെന്നറിയാമോ?
ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി അങ്ങനെ എഴുതണം. ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ നോർമലൈസേഷൻ നടത്താനാണ്. അല്ലെങ്കിൽ സൈ ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയറിൽ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ ആ ഫംഗ്ഷൻ എടുത്ത് എഴുതി ഗിവൺ സൈ ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ. നോർമലൈസേഷൻ ഇൻവോൾവ് ദി ഇവാലുവേഷൻ ഓഫ് എ. നോർമലൈസേഷൻ എന്ന് പറയുന്നത് എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദ നോർമലൈസേഷൻ കണ്ടീഷൻ ഈസ് നോർമലൈസേഷൻ കണ്ടീഷൻ ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ആ മൈനസ് ഇൻഫിനിറ്റി താഴെ എഴുതി ചേർക്കണേ. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് ഇസിക്കൽ 1 ഡയമെൻഷനിൽ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് ഇസിക്കൽ 1 എന്നുള്ളതാണ്. ഇപ്പോൾ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നൊരു കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹിയർ സൈ ആൻഡ് സൈ സ്റ്റാർ സെയിം. ഇവിടെ നമുക്ക് ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐ ഇല്ലാത്തത് കൊണ്ട് സൈ തന്നെയാണ് സൈ സ്റ്റാർ എ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ തന്നെ. അതിനകത്ത് ഐ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ചിഹ്നം മാറുന്നില്ല. therefore the normalization condition becomes integral minus infinity to plus infinity a e raised to minus a square into a e raised to minus a square dx is equal to 1. അങ്ങനെ എഴുതി. എയും ഗുണിക്കുക, കോയിഫിഷ്യൻ്റ് ഗുണിച്ച് എ സ്ക്വയർ ഇൻ്റഗ്രൽ സൈൻ്റെ പുറത്തെഴുതാം. എ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2a സ്ക്വയർ ഡി എക്സ് ഇസ് ഇക്വൽ ടു 1. ആ പവറായിട്ട് മൈനസ് 2a സ്ക്വയർ വന്ന് മനസ്സിലായില്ലേ? അതായത് എ റൈസ് ടു എം പ്ലസ് ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് എ റൈസ് ടു എം പ്ലസ് എൻ. ഒരു രണ്ടും കൂടി കൂട്ടണം. മൈനസ് എ സ്ക്വയറും അടുത്ത മൈനസ് എ എക്സ് സ്ക്വയർ കൂട്ടുമ്പോൾ നമുക്ക് മൈനസ് 2a x സ്ക്വയർ കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊന്നും പോകണ്ട, നമ്മൾ ആ ഉത്തരങ്ങൾ പഠിച്ചാൽ മതി. ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2a സ്ക്വയർ ഡി എക്സ്. അത് നിങ്ങൾ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിനകത്ത് സബ്സിഡറി മാത്തമാറ്റിക്സിനകത്ത് പഠിക്കുന്ന ഒരു ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രൽ കാൽക്കുലസിനകത്ത് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അതിന് ഉത്തരം നോക്കുകയും ഇൻ്റഗ്രൽ നിങ്ങൾ ആ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് റെഫർ ചെയ്താൽ മതി. നമുക്കിവിടെ ആ റിസൾട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഫ്രം ദി ടേബിൾ ഓഫ് ഇൻ്റഗ്രൽസ്, സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനകത്ത് ഈ റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2a സ്ക്വയർ ഡി എക്സ് ഈസ് ഇക്വൽ റൂട്ട് ഓഫ് π/2a. അങ്ങനെയാണ്. നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ പുസ്തകം നോക്കിയാൽ മതി, അതിനകത്തുണ്ട്. നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അതിൻ്റെ റിസൾട്ട് റൂട്ട് ഓഫ് π/2a ആണ്. അപ്പോൾ അത് മുകളിൽ കൊടുക്കുക. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് π/2a ഈസ് ഇക്വൽ ടു 1. therefore എ സ്ക്വയർ ഈസ് ഇപ്പുറത്ത് കൊണ്ടുവരണം. റൂട്ട് ഓഫ് 2a ബൈ പൈ, റൂട്ടിന് നമുക്ക് റേസ് ടു 1/2 എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എ സ്ക്വയർ ഇൻറ്റു 2a ബൈ പൈ റേസ് 1/2. അപ്പോൾ എ എന്താണ് 2a റേസ് 1/4. 1/2ൻ്റെ റൂട്ട് മുകളിൽ അത് 1/4 ആണ്. അപ്പോൾ എ ഈസ് ഇക്വൽ ടു 2a റേസ് ടു 1/4. ഇതാണ് ഈ ഫംഗ്ഷനിലെ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. അത് നമ്മൾ കൊടുത്ത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹെൻസ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. therefore the normalized wave function psi is equal to എയുടെ സ്ഥാനത്ത് കൊടുക്കുക 2a by pi raised to 1/4 e raised to minus a square. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? psi is equal to ക്യാപിറ്റൽ എ e raised to minus a square. ആ ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യാനാണ്. നമ്മൾ നോർമലൈസ് ചെയ്തു, എന്നുവെച്ചാൽ എ കണ്ടുപിടിച്ചു. എയുടെ വാല്യൂ എത്ര കിട്ടി? 2a by pi raised to 1/4 ആണ്. അപ്പോൾ എന്താണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ? psi is equal to 2a by pi raised to 1/4 e raised to minus a square. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന പ്രോബ്ലം. നമ്മുടെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ് അടുത്ത് പറയുന്നത്. എ പാർട്ടിക്കിൾ constrained to move along x-axis in the domain
domain 0 less than or equal to x less than or equal to L has a wave function psi is equal to sin n by x by L, where n is an integer. Normalize the wave function and evaluate expectation value. ഇത് നമ്മൾ പഠിച്ച പാർട്ടിക്കിളിനെ ബോക്സ് കേട്ടോ. നമ്മൾ പഠിച്ച പാർട്ടിക്കിളിനെ ബോക്സിന് ആ ബോക്സിൻ്റെ ഡയമെൻഷൻ 2a ആണ്. -a2 + a ആണ്. ഇപ്പോൾ 2a ഡയമെൻഷൻ വരും. ഇവിടെ 2a ഡയമെൻഷൻ, ഇവിടെ എല്ലാ ഡയമെൻഷൻ. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ മാറും. വേവ് ഫംഗ്ഷൻ മാറിയിട്ട് psi is equal to sin n by x by L എന്ന് വരും. അവിടെ നമുക്ക് കിട്ടും എന്തായിരുന്നു? sin n by x by 2a എന്നായിട്ട് 2a. അവിടെ പിന്നെ കോൺസ്റ്റന്റ് കൂടി പറയാം. psi is equal to a sin n by x by 2a സ്മോൾ എ എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ ബോക്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് 0 മുതൽ L വരെയാണ്. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഷേപ്പ് വ്യത്യാസമുണ്ട്. നമ്മുടെ ഐഗൻ വാല്യൂ, എനർജി ഐഗൻ വാല്യൂ ഇക്വേഷൻ മാറും. ഞാൻ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് എനിക്കൊരു ക്വസ്റ്റനായിട്ട് തരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ചിലപ്പോൾ ബോക്സിന് നമുക്ക് -a2 + a മൊത്തം നീളം 2 ആയിട്ട് തരും. ചിലപ്പോൾ ബോക്സിന് 0 to L നീളമായിട്ട് തരും. രണ്ട് കേസിലും ഒരേ കാൽക്കുലേഷനാണ്, പക്ഷേ ഫൈനൽ ഫോർമുലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫൈനൽ ഫോർമുലയിൽ വേവ് ഫംഗ്ഷൻ ആദ്യ കേസാണെങ്കിൽ psi is equal to a sin n by x by 2a എന്ന് വരും. ഈ കേസ് ആകുമ്പോൾ L നീളാണെങ്കിൽ psi is equal to a sin n by x by L എന്ന് വരും. എവിടെ ഇട്ടിട്ടില്ല, എ ഇടാം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. എ ഇട്ടാൽ ശരിയാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എയോ എന്നോ ക്യാപിറ്റൽ ഇടാമെന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ psi is equal to sin n by x by L എന്നുള്ളതാണ് L ലെങ്ത്തുള്ള ഒരു ബോക്സിലെ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ. psi is equal to sin n by x by L, where n is an integer. Normalize the wave function and evaluate the expectation value. പ്രോബ്ലം എത്രയേ ഉള്ളൂ? ഒരു ബോക്സ് നീളം L, അതിനകത്തുള്ള പാർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ psi is equal to sin n by x by L. ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുക, എന്നിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇപ്പോൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാണണമെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ തന്നെ ചേർക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. നോർമലൈസേഷൻ വേവ് ഫംഗ്ഷൻ, നോർമലൈസേഷൻ കണ്ടീഷൻ ഈസ് ഇൻ്റഗ്രൽ. ഇവിടെ ഈ ബോക്സ് നീളം 0 to L ആണല്ലോ, അപ്പോൾ ലിമിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും, 0 to L ആവും. മറ്റേതാണെങ്കിൽ എന്താണ്? -a2 + a ആവും. ഇവിടെ 0 to L psi star psi dx is equal to 1, ഇക്വേഷൻ 1. ഗിവൺ psi is sin n by x by L. അപ്പോൾ നോർമലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് വേണ്ടേ, ക്യാപിറ്റലേ വേണ്ടേ? ആ ക്യാപിറ്റൽ നമുക്ക് കൊടുക്കാം, അങ്ങനെ കൊടുത്താൽ തെറ്റില്ല. ഹിയർ നോ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഈസ് ഗിവൺ വിത്ത് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ കൂടെ ചോദ്യത്തിൽ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടില്ല. വി ക്യാൻ ഇൻകോർപ്പറേറ്റ് 1, ഒരെണ്ണം നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ എഴുതും psi is equal to a sin n by x by L, അങ്ങനെ എഴുതും. എ നമ്മൾ ചേർത്തു. കോംപ്ലക്സ് ക്വാണ്ടിറ്റി അത് തന്നെയാണല്ലോ. ഇവിടെ I എന്ന് പറയുന്ന ഇമാജിനറി ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് കോംപ്ലക്സ് ക്വാണ്ടിറ്റി അത് തന്നെ. therefore equation 1, above equation 1, normalization condition becomes integral 0 to L a sin n by x by L into a sin n by x by L dx is equal to 1. psi star dx is 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. That is a square integral sin 0 to L sin 0 to L എന്നാണ് 0 to L L മുകളിൽ തന്നെ എഴുതിക്കോ ലിമിറ്റിൻ്റെ 0 to L sin square n by x by L dx is equal to 1. ഈ സൈൻ സ്ക്വയർ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണത്? എക്സ് ആയിട്ട് n by x by L എക്സ് ആയിട്ട് വിചാരിച്ചാൽ സൈൻ സ്ക്വയർ എക്സ് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഹാഫ് ഓഫ് 1 - cos 2x എന്ന മോഡലിൽ വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, എഴുതി വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. That is a square is integral 0 to L half of 1 - cos 2n by x by L dx is equal to 1. ഈ cos 2n by x by L നെ നമ്മൾ 0 to L ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ആ വാല്യൂ 0 എന്ന് വരും. ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട, ഓർത്തിരിക്കണം. cos 2n by x by L നെ നമ്മൾ 0 to L ലിമിറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അത് 0 കിട്ടും. ആ 0 വാല്യൂ ഞാൻ ചരിച്ച് ടോപ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എഴുതിയാൽ മതി. ദാറ്റ് ഈസ് a square integral 1 half 1 dx, അത് x ആണ്. ഹാഫ് എക്സ് 0 to L is 1. നമുക്ക് ആ ലിമിറ്റ് കൊടുക്കാം. a square by 2 L -0 അപ്പോൾ L എന്ന് വരും is equal to 1. a square is equal to 2 by L
A is equal to root of 2 by L. So normalized wave function. Here's the normalized wave function is psi is equal to A നമ്മൾ ചേർത്ത് ആ വാല്യൂ കണ്ടുപിടിച്ചു. റൂട്ട് ഓഫ് 2 by L sin n by x by L. അപ്പോൾ നമുക്ക് തരാതൊരു വേവ് ഫംഗ്ഷൻ തന്നിരുന്നതാണ്. psi is equal to sin n by x by L. അതിന് നോർമലൈസ് ചെയ്യാൻ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് ചേർത്തിട്ട് കണ്ടുപിടിച്ചു. നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് കിട്ടി? psi is equal to root of 2 by L sin n by x by L എന്ന് കിട്ടും. ഇതാണ് പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഏതുതരം ബോക്സ്? L നീളമുള്ള ബോക്സ്, അല്ലാതെ -A+A ഉള്ള ബോക്സ് അല്ല. ഇനി -A+A ഉള്ള ബോക്സ് ആണെങ്കിൽ അതൊരു ഹോംവർക്ക് പോലെ ഞാനൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതാണ് ഈ സൈഡ് നോക്കി. അതായത് ഈ 2A -A+A 2A ഡയമെൻഷണൽ ബോക്സ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ -A+A psi star psi dx എടുക്കണം. അവിടെ വേവ് ഫംഗ്ഷൻ എന്ത് വരുമെന്ന് അറിയാവോ? വേവ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ വിചാരിക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. psi is equal A sin n by x by 2A 2 small എന്ന് എടുക്കണം. എങ്ങനെ വേവ് ഫംഗ്ഷൻ? psi is equal to ഓർത്തിരിക്കണേ, psi is equal to A sin n by x by 2A എന്ന് എടുക്കണം. ഇവിടെ n by x by L ആണ്, L പകരം 2A ഇടണം. അപ്പോൾ ഈ ഹോംവർക്ക്, ഈ സൈഡിൽ കാണുന്ന ഒരു ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പൂർണ്ണമായിട്ട് എഴുതാതെ പോയിന്റ് മാത്രം എഴുതിക്കുക. ബോക്സിൻ്റെ ഡയമെൻഷൻ -A+A ആണെങ്കിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ വരുന്നത് psi is equal to A sin n by x by 2A ആണ്. അതിനെ ഈ -A+A എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോർമലൈസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ എത്രയെന്ന് അറിയാമോ? 1/√A എന്ന് കിട്ടും. 1/√A. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഈ നോട്ടിനകത്തൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. എന്നിട്ട് ഈ ആൻസർ കിട്ടും നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ റീറൈറ്റ് ചെയ്യും? ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്, ആ ക്വസ്റ്റ്യൻ റീറൈറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു തരാം. ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി എങ്ങനെ ക്വസ്റ്റ്യൻ റീറൈറ്റ് ചെയ്യുന്നു. എ പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രൈൻഡ്, ഇങ്ങനെ വായിച്ചാൽ മതി. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കാം. എ പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രൈൻഡ് ടു മൂവ് എലോങ് x axis ഇൻ ദ ഡൊമൈൻ -A <x (a) has a wave function psi is equal A വേണേൽ ചേർത്ത് തന്നെ പറയാം. psi is equal A sin n by x by 2A 2 small a അങ്ങനെ എഴുതുക. Where n is an integer, evaluate, normalize the wave function. ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുക. അപ്പോൾ നോർമലൈസ് ചെയ്യുമ്പോൾ 1/√A എന്ന് കിട്ടും. എന്നിട്ട് വായിക്കണം, ഹോംവർക്കിൻ്റെ മോഡൽ വായിക്കണം. എ പാർട്ടിക്കിൾ കൺസ്ട്രൈൻഡ് to move along x axis in the domain -A < x ≤ A has a wave function psi is equal to A sin n by x by 2A where n is an integer. Normalize the wave function. അങ്ങനെ എഴുതിയിട്ട് നിങ്ങളൊന്ന് തനിയെ ഒന്ന് നോർമലൈസ് ചെയ്യണം. കിട്ടുന്നില്ലേ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്ത് അയച്ചു തരാം. അവിടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കിട്ടുന്നത് 1/√A എന്ന് കിട്ടും. 1/√A. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഒരു പാർട്ട് അവശേഷിക്കുന്നുണ്ട്, അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് എക്സ്പെക്ടേഷൻ വാല്യൂ. അത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എക്സ്പെക്ടേഷൻ വാല്യൂ. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഇറ്റ്സ് മൊമെന്റ് എക്സ്പെക്ടേഷൻ വാല്യൂ കാണാൻ പോവുകയാണ്. എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂയുടെ ഡെഫിനിഷൻ? പി എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു ഇന്റൽ 0 to L psi star A ഓപ്പറേറ്റർ ചേർക്കണം. ഓപ്പ് അല്ല, പി ഓപ്പ്, മൊമെന്റത്തിൻ്റെ ഓപ്പറേറ്റർ കൊടുക്കണം. പി ഓപ്പ് psi dx. ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ മൊമെന്റത്തിൽ കിട്ടുള്ളൂ. കൊടുക്കേണ്ടത് മൊമെന്റ് ഓപ്പറേറ്ററാണ്. അത് നേരത്തെ ഒന്ന് പറഞ്ഞു, ഒന്നുകൂടി നമുക്ക് കാണാം. ദാറ്റ് ഈസ് പി എക്സ്പെക്ടേഷൻ. വായിക്കാൻ പഠിക്കുക. ദാറ്റ് ഈസ് പി എക്സ്പെക്ടേഷൻ. എഴുതി നോക്കി, രണ്ട് ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റ്. പി എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു ഇന്റൽ 0 to L psi star ആ ബ്രാക്കറ്റ് കാണുന്നതാണ് പി ഓപ്പ്, മൊമെന്റ് ഓപ്പറേറ്റർ, -i(dou x psi dx 1 dimension ആണ് കേട്ടോ. ദാറ്റ് ഈസ് പി എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു ഇന്റൽ 0 to L √2 by L. നമ്മൾ ആ വേവ് ഫംഗ്ഷൻ കൊടുത്തു. √2 നമ്മൾ നോർമലൈസ്ഡ്
വേവ് ഫംഗ്ഷൻ തന്നെ കൊടുക്കണം. √2/L sin nπx/L ഓപ്പറേറ്റർ മൈനസ് IH ∂/∂x പിന്നെ സൈ സ്റ്റാർ സൈ ആണല്ലോ, സൈ സ്റ്റാർ സൈ ഒന്ന് തന്നെ, √2/L sin nπx/L dx അങ്ങനെ എഴുതി. ദാറ്റ് ഈസ് P എക്സ്പെക്ടേഷൻ. P എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു R/L 2/L ഇൻറ്റു ആണ് കേട്ടോ, ഇൻറ്റു മൈനസ് IH ബ്രാക്കറ്റ് ഇടും. നമ്മൾ ആ കോൺസ്റ്റൻ്റ് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ആ √2/L ഇൻറ്റു √2/L നമ്മൾ ഗുണിക്കുമ്പോൾ 2/L എന്ന് കിട്ടും. പിന്നെ ഒരു IH കിട്ടും, ഓപ്പറേറ്ററിൻ്റെ കൂടെ ഉണ്ട് മൈനസ്, അത് നമ്മൾ പുറത്തെഴുതി അത് ബ്രാക്കറ്റ് ഇവിടെ ഇടാം. പിന്നെ ബാക്കിയുള്ള ഇൻ്റഗ്രൽ സൈന് ശേഷം ഇൻ്റഗ്രൽ 0 to L sin nπx/L ∂/∂x അല്ലെങ്കിൽ d/dx ഓഫ്, ഇവിടെ d/dx ചെയ്യാൻ കുഴപ്പമില്ല, കാരണം ഇത് ഒറ്റ വേരിയബിളേ ഉള്ളൂ. sin nπx/L dx ദാറ്റ് ഈസ് ഇക്വൽ ടു ഇവിടെ ഗുണിക്കുമ്പോൾ മൈനസ് 2IH/L ഇൻ്റഗ്രൽ 0 to L sin nπx/L. അതിൻ്റെ ഡെറിവേറ്റീവ് കാരണം sin nπx/L ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. പിന്നെ കോൺസ്റ്റൻ്റ് എക്സിൻ്റെ കൂടെ ഉള്ളത് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ nπ/L കൊസൈൻ nπx/L dx എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും നോക്കൂ. ദാറ്റ് ഈസ് P എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു ഒരു 2 ഇൻറ്റു വെട്ടി പോകില്ലേ, 2 ഇൻറ്റു വെട്ടി പോകുന്ന നോക്കി. ഇവിടെ 2 ഇല്ല, 2 ഉണ്ട്. 2 എങ്ങനെ വെട്ടി പോകും? nπ/2 നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. nπ/2 പുറത്തേക്ക് എടുക്കുമ്പോഴാണ് 2 വെട്ടിപ്പോയിട്ട് nπ/ അവിടെ എന്തുണ്ടെന്ന് നോക്കി. ഇവിടെ nπ/L ഉണ്ട്, കൊസൈൻ ഉണ്ട്, ഇവിടെ മൈനസ് 2IH/L ഉണ്ട്. അത് നമ്മൾ nπ/L പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് നോക്കുക, വെട്ടിപ്പോയില്ല. ഇവിടെ നോക്കി, 2 അകത്തേക്ക് കൊടുക്കുക, നമ്മൾ ആ സൈൻ്റെ കൂടെ കൊടുക്കുകയാണ് 2. ആ പുറത്തുള്ള 2IH 2 സൈൻ്റെ കൂടെ കൊടുക്കുക, അകത്തേക്ക് കൊടുക്കും ഇൻ്റഗ്രൽ സൈൻ്റെ. മൈനസ് IH/L nπ/L ഇൻ്റഗ്രൽ 0 to L 2 sin nπx/L cos nπx/L dx. ഇത് 2 sin തീറ്റ കോസ് തീറ്റ എന്ന രൂപത്തിലാണ്. ഇൻ്റഗ്രൽ സൈന് ശേഷം 2 sin തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. അതിന് നമുക്ക് sin 2 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എന്താണ് P എക്സ്പെക്ടേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് IH nπ/L സ്ക്വയർ ഇൻ്റഗ്രൽ 0 to L sin 2nπx/L dx എന്ന് വരും. ഇനി അതും ഈ sin 2x കേട്ടോ, 0 to L അത് sin 2nπx/L sin 2nπx/L അത് നമ്മൾ 0 to L ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് 0 ആയി പോകും. അപ്പോൾ കംപ്ലീറ്റ് അവിടെ 0 വരും കേട്ടോ. കംപ്ലീറ്റ് 0 വരുമ്പോൾ ഈ മൈനസ് IH കട്ട് nπ/L സ്ക്വയറിന് 0 കൊണ്ട് കുടിക്കുകയാണ്. അതൊക്കെ കിട്ടുന്നതാണ് P എക്സ്പെക്ടേഷൻ 0. മൊമെൻ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആണ്. ഇപ്പോൾ കാൽക്കുലേറ്റ് എക്സ്പെക്ടേഷൻ വാല്യൂ ഫോർ മൊമെൻ്റം, ദാറ്റ് ഈസ് 0. സംഗതി വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ബോക്സിനകത്തൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ. പാർട്ടിക്കിൾ മുന്നോട്ട് പോകുമ്പോൾ മൊമെൻ്റം mv, പിന്നെ ഭിത്തിയിലടിച്ച് തിരിച്ചു വരുമ്പോൾ മൊമെൻ്റം മൈനസ് mv, കൂട്ടുമ്പോൾ ടോട്ടൽ മൊമെൻ്റം 0 പ്ലസ് mv മൈനസ് mv 0. അപ്പോൾ ആവറേജ് 0, എക്സ്പെക്ടേഷൻ 0. ആ ഐഡിയ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് P എക്സ്പെക്ടേഷൻ ഈസ് 0. ഒരു പാർട്ടിക്കിൾ ബോക്സിലുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് മുന്നോട്ട് v വെലോസിറ്റി പോയാൽ മൊമെൻ്റം mv, പുറകോട്ട് ബൗൺസ് ചെയ്യുമ്പോൾ മൊമെൻ്റം മൈനസ് mv, മൊമെൻ്റം വെക്ടറാണ്. അപ്പോൾ സം എടുക്കുമ്പോൾ mv പ്ലസ് മൈനസ് mv 0. അപ്പോൾ ആവറേജ് എന്തായിരിക്കും? സം/2 0/2 ദാറ്റ് ഈസ് 0. അപ്പോൾ അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഐഡിയ വെച്ച് കണ്ടുപിടിച്ചതാണ് P എക്സ്പെക്ടേഷൻ ഈസ് 0. ദിസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. കാണാതെ ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മൊമെൻ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആണ്. വേറെ എക്സ്പെക്ടേഷൻ വാല്യൂ ഉണ്ട്, അതൊക്കെ നമ്മുടെ ബിയോണ്ട് സ്കോപ്പാണ്, നമ്മുടെ സിലബസിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. അപ്പോൾ ഇതൊന്ന് പഠിക്കണം. ദിസ് ഇസ് ദ മൊമെൻ്റ് എക്സ്പെക്ടേഷൻ വാല്യൂ ആൻഡ് ഓൾസോ വി ഹാവ് നോർമലൈസ്ഡ് the wave function. This is an important problem, a repeated problem. We continue with 2 classes, the quantum mechanics, 2 more classes. This chapter will be over. Thank you.